PSC ലൈഫ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയതായിട്ട് കേട്ടറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. കേട്ടറ്റ് കാറ്റഗറി 2 ആണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ സെയിം സിലബസ് തന്നെയാണ് ഏകദേശം കാറ്റഗറി 1നും. കാറ്റഗറി 3 മാത്രമാണ് കുറച്ചുകൂടി ഡിഫറൻസ് വരുന്നത്. അതിനാൽ തന്നെ കേട്ടറ്റ് എഴുതുന്നവർക്ക്, കേട്ടറ്റ് 1ഉം 2ഉം എഴുതുന്നവർക്ക് ഈ ക്ലാസ് ഉപയോഗപ്രദമായിരിക്കും. ഇംഗ്ലീഷിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമുക്ക് എന്തായാലും ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിൽ വരുന്ന റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന പോർഷനിൽ നിന്നുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ജൂണിലെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും നമ്മുടെ കേട്ടറ്റ് 1, 2, 3 എല്ലാം തന്നെ ജൂണിൽ എക്സാം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു അറിയിപ്പ്. അതിനാൽ തന്നെ നമുക്ക് നേരത്തെ ആരംഭിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് കവർ ചെയ്യാവുന്ന പോർഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്നുള്ളതാണ്. എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്? ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പ്രോസസ്സുകളാണ്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് പഠിക്കുന്നത് എപ്പോഴും ഗ്രാജ്വൽ ഡെവലപ്മെൻറ്റിലൂടെയായിട്ടാണ്. അതല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരാളും തന്നെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു ലാംഗ്വേജ് പഠിക്കില്ല. ഈ ഗ്രാജ്വലായിട്ടുള്ള ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് തന്നെ 2 തരത്തിലുണ്ട്. അത് ഒന്ന് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അറിയാതെ തന്നെ ഒരു കുട്ടി പഠിച്ചു പോവുകയാണ് അക്വയർ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാച്ചുറലായിട്ട് പഠിക്കുകയാണ്. ആ കുട്ടീനെ ആരും നിർബന്ധിക്കുന്നില്ല, ഈ രീതിയിൽ പഠിക്കണം, ഇങ്ങനെയാണ് ഭാഷ യൂസ് ചെയ്യേണ്ടത് എന്നൊന്നും തന്നെ ആ കുട്ടീനെ ആരും തന്നെ പഠിപ്പിക്കാതെ ഒരു കുട്ടി ഒരു ഭാഷ പഠിക്കുന്നു. ഇതിനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്നതുകൊണ്ട് പറയുന്നത്. എന്നാൽ ലാംഗ്വേജ് ലേണിംഗ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. ഇതൊരു കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ലാംഗ്വേജ് പഠിക്കാനായി ഒരു കുട്ടി ആദ്യം അക്ഷരങ്ങൾ, പിന്നീട് വാക്കുകൾ, തുടർന്ന് അതിൻ്റെ ഗ്രാമർ, ഒരു സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഗ്രാമർ പഠിച്ച് ആ രീതിയിൽ കുട്ടി പഠിക്കുകയാണെങ്കിൽ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു ലേണിംഗ് പ്രോസസ്സാണ്. അത് എളുപ്പം അങ്ങനെ ഒരു കുട്ടിക്കും ലാംഗ്വേജ് പഠിക്കാനായിട്ട് സാധിക്കില്ല. എങ്കിൽ പോലും ആ രീതിയിലുള്ള പഠനം അതിനെയാണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. പഠിക്കാനായി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അക്വിസിഷൻ്റെയും ലേണിങ്ങിൻ്റെയും കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് കാണാം. നമുക്ക് ആദ്യം അക്വിസിഷൻ്റെ നോക്കാം. അക്വിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് സബ് കോൺഷ്യസ് പ്രോസസ്സാണ്. ഒരിക്കലും കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ പറഞ്ഞു ലേണിംഗ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആണ്. അക്വിസിഷൻ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ്ലി ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി പഠിക്കുന്ന ഒന്നാണ്. നാച്ചുറലാണ്. ഒരിക്കൽ പോലും കുട്ടി പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതല്ല അക്വിസിഷൻ. ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആണ്. ഞാൻ പഠിക്കാനിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് എന്നുള്ള രീതിയിൽ കുട്ടിയുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യും. അതിന് ശേഷമാണ് കുട്ടി പഠിക്കുന്നത്. അക്വിസിഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ്. അതായത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അക്വിസിഷൻ ചെയ്യുന്നത് ഒരു കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് നോട്ട് കമ്മ്യൂണിക്കേറ്റീവ്. കുട്ടി സംസാരിച്ചു കൊണ്ടായിരിക്കണമെന്നില്ല ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത്. മദർ ടങ്ക് യൂസ് ചെയ്തും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നോട്ട് കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറയുന്നത്. അക്വിസിഷനിൽ എംഫസിസ് ഓൺ ദ മെസ്സേജിനാണ് ആ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് അതിൽ കാണും, അതിനാണ് എംഫസൈസ് ചെയ്യുന്നത്. എന്നാൽ ലേണിംഗിൽ മെസ്സേജ് ഓർ ഫോം ഓർ ബോത്ത് മേ ബി സ്ട്രെസ്ഡ്. എന്തിനു വേണമെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ആ ഒരു മെസ്സേജിനോ അല്ലെങ്കിൽ ആ ഒരു ഫോം, ആ യൂസ് ചെയ്ത ഒരു ഫോമിനോ എന്തിനു വേണമെങ്കിൽ ലാംഗ്വേജിലാണെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അക്വിസിഷൻ ഒരു റാപ്പിഡ് പ്രോസസ്സാണ്. പെട്ടെന്ന് നടക്കും. അതായത് ആ കുട്ടി കോൺഷ്യസ് അല്ല. എപ്പോഴും ആ കുട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷ ആ കുട്ടി കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ
റെഗുലർലി ആ കുട്ടി കേൾക്കുന്നു, ആ കുട്ടി പഠിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ലേണിംഗ് എന്ന് പറയുമ്പോൾ സ്ലോ പ്രോസസ്സായിരിക്കും. കാരണം ആ കുട്ടി കോൺഷ്യസ് ചെയ്ത് ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഭാഷ ഇത്തരം രീതിയിൽ ഞാൻ എഴുതിയാൽ ശരിയാവോ എന്നൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ റൈറ്റിങ്ങിനും വളരെയധികം ഇമ്പോർട്ടൻസ് ലാംഗ്വേജ് ലേണിങ്ങിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഴുത്തും കൂടി ആ കുട്ടി പഠിച്ചിരിക്കണം. അക്വിസിഷൻ എന്ന് പറയുമ്പോൾ അതിൽ സംസാരിക്കാൻ മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും അക്വിസിഷൻ ഫുള്ളി സക്സസ്ഫുള്ളായിരിക്കും, ഒരിക്കലും അത് പരാജയപ്പെടുന്നില്ല. പക്ഷേ ലാംഗ്വേജ് ലേണിങ്ങിൽ അത് പറയുന്നില്ല. ഇപ്പോഴും നമുക്ക് അറിയാം, LKG മുതൽ PG കഴിഞ്ഞിട്ടും ഇംഗ്ലീഷ് പഠിച്ചിട്ട് PG കഴിഞ്ഞിട്ടും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അത് ലാംഗ്വേജ് ലേണിംഗ് സക്സസ്ഫുൾ ആകാത്തതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അക്വിസിഷൻ എന്ന് പറയുന്നത് നോട്ട് അവെയർ ഓഫ് ഗ്രാമർ. അക്വിസിഷനിലൂടെ ഗ്രാമറിനെ പറ്റി ആ പഠിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നത് പോലുമില്ല. എപ്പോഴും ചിന്തിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഒരു ഭാഷ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതല്ലാതെ അതിൽ ഞാൻ പറയുന്ന വാക്കുകളിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഇതൊന്നും തന്നെ ആ കുട്ടി ബോധമായി ചെയ്യുന്നില്ല. ആ കുട്ടി പ്രൊനൗൺസിയേഷൻ വരെ ശ്രദ്ധിച്ചു എന്ന് വരില്ല. പക്ഷെ ലാംഗ്വേജ് ലേണിംഗ് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇതിൽ കുട്ടി ഗ്രാമർ, അതുപോലെ പ്രൊനൗൺസിയേഷൻ, ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും. മറ്റൊന്ന്, അക്വിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു മെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ഒന്നും ഹെൽപ്പോട് കൂടി പഠിക്കുന്ന ഒന്നല്ല. കുട്ടി നാച്ചുറലായിട്ട് പഠിക്കുന്ന ഒന്നാണല്ലോ. ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ടീച്ചറുടെ സപ്പോർട്ട് ആവശ്യമാണ്. കുട്ടി പഠിക്കുകയാണ്, പഠിക്കാനായിട്ട് ഒരു വ്യക്തി എന്തായാലും ഹെൽപ്പ് ചെയ്യണം. ഇതെല്ലാമാണ് അക്വിസിഷൻ, ലേണിംഗ് എന്നിവയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന ഡിഫറൻസ്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് അക്വിസിഷനും ലേണിങ്ങിനും എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഇത് കേട്ടിട്ടിൽ ചോദ്യം വരാറുള്ളതാണ്. ഇതിലേതാണ് അക്വിസിഷനെ എഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. അതിൽ നിന്ന് നമ്മൾ പിക്ക് ഔട്ട് ചെയ്യണം അല്ലാത്തത് ഏതാണ് എന്നുള്ള. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു പോർഷനാണ് നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. നമുക്ക് പറയാം ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്ന്. ലേണർ, എൻവയോൺമെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവയെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വ്യക്തി ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള ഒരു പ്രദേശം, അതായത് എൻവയോൺമെൻറ്റ് മീൻസ് ആ കുട്ടി ഇപ്പോൾ പഠിക്കുന്ന കുട്ടി, ഭാഷ പഠിക്കുന്ന കുട്ടി ആ ഭാഷ സംസാരിക്കുന്ന ചുറ്റുപാടുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഭാഷ നമ്മൾ ഡൽഹിയിൽ പോയിട്ടാണ് ഹിന്ദി പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമ്മൾ പഠിക്കും, കാരണം നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ഹിന്ദിയാണ് പഠിക്കുന്നത്. എന്നാൽ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലിരുന്ന് നമ്മൾ ഹിന്ദി പഠിക്കുമ്പോൾ അത് നമുക്ക് ഒരു നെഗറ്റീവായിട്ടാണ് നമ്മുടെ ഭാഷാ പഠനത്തെ എഫക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ പഠിക്കുന്ന ഒരു സമയം, അതുപോലെ നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം തന്നെ ലാംഗ്വേജിലാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകൾ വഹിക്കുന്ന നമുക്ക് കാണാം. മറ്റൊന്ന് ലേണർ ഫാക്ടേഴ്സാണ്. അതായത് ഒരു ലേണറിന് ഒരു ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ആ വ്യക്തിക്ക് സ്വാധീനം ചെലുത്തും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ആ ലേണിംഗ് പ്രോസസ്സ് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ എയിം, പ്രാക്ടീസ് റെഗുലർലി, പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ റെഗുലർലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. ഏജ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നമുക്കറിയാം ചെറിയ കുട്ടികൾ എപ്പോഴും ഒരു ഭാഷ വളരെ പെട്ടെന്ന് പഠിക്കും. അതുകൊണ്ടാണ് LKG UKG ക്ലാസ്സുകളിലൊക്കെ പെട്ടെന്ന് അവർ
ഭാഷ പഠിച്ചെടുക്കുന്നത്. കുറച്ചുകൂടി വലുതായാൽ കുറച്ചുകൂടി നമ്മൾ കോൺഷ്യസ് ആവും. അതുകൊണ്ട് തന്നെ ഭാഷ പഠിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. മറ്റൊന്നാണ് മുൻപുള്ള പഠനം, പ്രീവിയസ് സ്റ്റഡി. നമ്മൾ ആ ഒരു ലേണിങ്ങിനെ, ആ ഒരു എന്താണ് ഒരു ഭാഷയാണെങ്കിൽ ആ ഒരു ഭാഷയെ പറ്റി നമുക്ക് മുൻപ് അറിവുണ്ടെങ്കിൽ അത് നമ്മുടെ പഠനത്തെ കുറച്ചുകൂടി എളുപ്പത്തിലാക്കും. അതുപോലെ ഇമിറ്റേഷൻ, ആറ്റിറ്റ്യൂഡ്, ജെൻഡർ, ഇതെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഭാഷാ പഠനത്തിന് ഹെൽപ്പ് ചെയ്യും. ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഗേൾസ് വളരെ എളുപ്പത്തിൽ ലാംഗ്വേജ് അക്വയർ ചെയ്യാനായിട്ട് എബിലിറ്റി ഉള്ളവരാണ് ബോയ്സിനേക്കാൾ. അതാണ് ഇവിടെ ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇൻ്റലിജൻസ്. ലേണറിൻ്റെ ഇൻ്റലിജൻസും അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. മറ്റൊന്നാണ് ഇൻട്രസ്റ്റ്. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, അത് നീഡ്, എയിം, ഇതൊക്കെ ഒരേ കാറ്റഗറിയിൽ പോകുന്നതാണ്. ഒരു വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ മോട്ടിവേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. റെഡിനെസ്, എന്തിനേയും ആ ഒരു ലേണറിന് കിട്ടുന്ന എന്തിനേയും സ്വായത്തമാക്കാനുള്ളൊരു റെഡിനെസ് വേണം. അതുപോലെയാണ് പേഴ്സണാലിറ്റി, ഫിസിക്കൽ കണ്ടീഷൻ, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, സ്റ്റൈൽ ഓഫ് ലേണിംഗ് ആൻഡ് അക്വിസിഷൻ. ഇതെല്ലാം തന്നെ ഒരു ലേണിംഗ് ഫാക്ടർ എന്ന് പറയാവുന്ന കാര്യങ്ങളാണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി ഞാനിവിടെ മെൻഷൻ ചെയ്യാം. എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, കുറച്ച് അധികം ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ള വ്യക്തികളുടെ മക്കൾ പെട്ടെന്ന് അവരുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ലാംഗ്വേജ്, അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഒരു ലാംഗ്വേജ് പെട്ടെന്ന് അവർക്ക് പഠിക്കാൻ പറ്റും. അതാണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ റീജിയണൽ ഡയലക്റ്റ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഭാഷാ പഠനത്തെ സഹായിക്കും. റീജിയണൽ ഡയലക്റ്റിന് നമ്മുടെ ചുറ്റും റീജിയണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഭേദം, അതിനെയാണ് റീജിയണൽ ഡയലക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇൻട്രാക്ഷൻ. നമുക്ക് ചുറ്റും ഒരു പുതിയ ഭാഷ പഠിക്കാനായി ആവശ്യമായ ഇൻട്രാക്ഷനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതുപോലെ എക്സ്പോഷർ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഭാഷ കൈകാര്യം ചെയ്യാവുന്ന ആളുകളെ നമുക്ക് ലഭ്യമാകുമെങ്കിൽ, അത്തരത്തിലൊരു എക്സ്പോഷർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതും നമ്മുടെ ലാംഗ്വേജ് ലേണിങ്ങിന് ഹെൽപ്ഫുള്ളാണ്. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ, അതുപോലെ പ്ലേസ് ഓഫ് ദ ടാർഗറ്റ് ലാംഗ്വേജ്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് ചോദ്യം വരുന്നത് എങ്ങനെയാണ്? എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ഫോർ അഫക്റ്റിംഗ് ലാംഗ്വേജ് ലേണിംഗ്, ഇതേതെല്ലാം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ അതിൽ നിന്നും ഒരു ഓഡ് വണ്ണിനെ നമ്മൾ പിക്ക് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ സാധാരണയായിട്ട് കാണുക. മറ്റൊന്നാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചേഴ്സ്, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കോമ്പിറ്റൻസി, ലൈബ്രറിയുടെ എഫിഷ്യൻസി, ലാംഗ്വേജ് ലാബ്, കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ അവൈലബിലിറ്റി, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ലാംഗ്വേജ് ലേണിങ്ങിന് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് അവൈലബിലിറ്റി ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ ഒരു അവൈലബിലിറ്റി നമ്മുടെ പഠനത്തെ ഒരുപാട് സ്വാധീനിക്കും. ഇതുപോലെ തന്നെ ലേണിങ്ങിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലേണിങ് എളുപ്പമായിരിക്കില്ല. ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ്
ഫെൽറ്റ് നീഡ്, നമ്മുടെ ആവശ്യമില്ലായ്മ, അതുപോലെ തന്നെ പുൾ ഓഫ് മദർ ടങ്ങിൻ്റെ ഒരു അധിക പ്രസരം, ഇതെല്ലാം തന്നെ നമ്മുടെ ലേണിങ്ങിന് ഒരു വാൾ പോലെ നമ്മളെ തടയുന്ന കാര്യങ്ങളാണ്. ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതുപോലെ ഗുഡ് സ്പീച്ച് മോഡൽസ്, ഇപ്പം നമുക്ക് ഒപ്പം സംസാരിക്കാൻ ഒരു നല്ല ഭാഷ പ്രാവീണ്യമുള്ള വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ലാംഗ്വേജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ഇൻ ലേണിംഗ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത്രയുമാണ് നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്നുള്ളൊരു ചാപ്റ്ററിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും ലേണിംഗ് എന്നതും അക്വിസിഷൻ എന്നതും വളരെ ഡിഫറെൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കാറ്ററ്റ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്ദി.